കുറേ നാളുകൾക്ക് ശേഷമായിട്ട് ഒരു വീഡിയോ ചെയ്യണേ. ടാങ്കിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇത് നമ്മുടെ ആദ്യത്തെ ടാങ്ക്, ഇത് രണ്ടാമത്തെ ടാങ്ക്, അത് ബൗള്, പിന്നെ നമ്മുടെ കുക്കി ജാറ്, പിന്നെ എന്താണ് ഷ്രിമ്പിൻ്റെ ടാങ്ക്, അതേപോലെ തന്നെ സിക്ലിഡിന് വേണ്ടി വെച്ചായിരുന്നത് ഇത്. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസം 1.5 മാസത്തേക്ക് നാട്ടിലില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഓട്ടോമേറ്റഡ് ഒരു ഡിവൈസ് വെച്ചിട്ടാണ്. ഒരു പ്ലഗ്, ക്യൂബോൻ്റെ ഒരു പ്ലഗ്ഗാണ് അത്. നമ്മൾ ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്തിട്ട് ഫോണിൽ നിന്ന് മാനേജ് ചെയ്യാം. ഞാൻ പോയതിന് 1-2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇടി വെട്ടിയിട്ട് ആ പ്ലഗ് എല്ലാം അടിച്ച് ചെയ്ത് ആ പ്ലഗിൽ നിന്ന് സപ്ലൈ എടുത്ത് വേറൊരു പവർ സോക്കറ്റിലോട്ട് കൊടുക്കുന്നുണ്ട്. അതിലൂടെയാണ് ലൈറ്റ് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് തന്നെ. ഞാൻ അവിടെ ബാക്കിൽ കാണിച്ചു തരാം, കണ്ടോ? ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് വന്നത്. ഇതിൻ്റെ ഒരു ഫ്യൂസ് അടിച്ചു പോയി, പിന്നെ ലൈറ്റ് ഇല്ലായിരുന്നു. ഫീഡാവും ഫിഷിന്, പക്ഷേ ലൈറ്റില്ല. ഈ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് എല്ലാം മെൽറ്റായിപ്പോയി. ഇതിലെല്ലാ പ്ലാന്റും മെൽറ്റായിപ്പോയി, കണ്ടോ? ആകെ ഇതിൻ്റെ നമ്മുടെ വാട്ടർ ലില്ലിയുടെ കിഴങ്ങ് കിടന്നുകൊണ്ട് അത് രക്ഷപ്പെട്ടു. കൊയിൻ പ്ലാന്റ് ഓർണമുണ്ട്. പിന്നെ ഇവിടെ ഒരു മറ്റേ പുല്ല് പോലത്തെ ഒരു പ്ലാന്റും ഉണ്ട്. എനിക്ക് ഇതിൻ്റെ ഒന്നും എല്ലാത്തിൻ്റെ എക്സാക്റ്റ് പേരറിയാൻ പറഞ്ഞു കേട്ടോ, ഞാൻ ഈ പരിപാടി ചെയ്യണ്ടെങ്കിലും. അതേപോലെ വെള്ളം ഡ്രെയിനായി പോയിട്ട് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന മണി പ്ലാന്റ് പോയി. ഈ ലൈറ്റ് അടിച്ചു പോയി. ഈ ലൈറ്റ് ഇപ്പോൾ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ ലൈറ്റാക്കി വെച്ച് കേൾക്കണ്ടോ, LED സ്ട്രിപ്പ് വെച്ചിട്ട്. ഇത് പ്രോപ്പർ ആയിരുന്നു. LED സ്ട്രിപ്പിനാണെങ്കിൽ ഒരു 6500 കെൽവിൻ ഉള്ള LED സ്ട്രിപ്പോട്ടോ വെച്ചേക്കണേ. പ്ലാന്റ് ഗ്രോ ആവും. കാരണം ഈ ടാങ്കിൽ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന സെയിം ടൈപ്പ് സ്ട്രിപ്പാണ്. ഇത് കണ്ടോ, ഈ ടാങ്കിൽ ഈ പ്ലാന്റ് കാർപ്പറ്റ് പോലെ വളർന്ന് ഫുള്ള് ഗ്രീനറി ആയിട്ടായിരുന്നു. അതൊക്കെ പോയി, എല്ലാ പ്ലാന്റും പോയി. പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് റൂട്ടാബ് മേടിച്ചങ്ങ് ഇട്ടു. ഇത് കണ്ടോ, ഇതാട്ടോ അക്വാവിറ്റൽസിൻ്റെ ഒരു 50 ഗ്രാം വരുന്ന റൂട്ടാബ്. വില നല്ലതുണ്ട്, 600 രൂപ വിലയുണ്ട്. ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അതിൽ കണ്ട എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ട രീതി കമൻറ്റ് കൊടുത്തോണ്ട് കേട്ടോ മേടിച്ചിട്ട്. പിന്നെ നമ്മുടെ അടുത്ത് കുറച്ച് ഫെർട്ടിലൈസേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയുണ്ട്. പക്ഷേ ഈ ഫെർട്ടിലൈസേഴ്സ് ഇത് വെള്ളത്തിൽ കാര്യമില്ല എന്ന് പറഞ്ഞാൽ റൂട്ട് വളരുന്ന ചെടികൾക്ക് വലിയ കാര്യമില്ല. അതിന് മറ്റേ ടൈപ്പ് തന്നെ വേണം. ഉണ്ടോ, പ്ലാറ്റേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇതിലൊരു 3 ഏഞ്ചൽ കിടപ്പുണ്ടായിരുന്നു, 2 പോയി. അതിൽ 1 ഉള്ളൂ. അതിന് ഇങ്ങോട്ടേക്ക് ഈ ടാങ്കിലോട്ട് മാറ്റി, ബൗളിലോട്ട് മാറ്റി. എന്താണെന്നറിയില്ല കേട്ടോ, ഈ ചെടിയില്ലേ, ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് അന്നും ഇങ്ങനെ, അന്നും 3 ഇന്നും 3 ഒരു വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇത് പ്യുവർലി പോയി. നമ്മുടെ ഇതിലൊന്നുമില്ല, അതേ പോയി. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്ന കീച്ചാറ ഇത് കംപ്ലീറ്റ് പോയി. പിന്നെ ഇതുണ്ട്, ഇതിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അതൊക്കെ മൊത്തം പോയി. ഈ ടാങ്കിൻ്റെ ഒരു വീഡിയോ മൊത്തം ഞാൻ ചെയ്ത് വെച്ചതാണ്. കാരണം പ്ലാന്റ് ചെയ്ത് ഇത് ചെയ്യണ സമയം തൊട്ടുള്ളത് അത് മൊത്തം പോയി നമ്മുടെ. അപ്പോൾ അത് ബ്രൈറ്റ്നസ് എൻ്റെ കൈ തട്ടി ബ്രൈറ്റ്നസ് പോയതാണ്, സോറി. ഇത് കണ്ടോ, ഇതിൽ പ്ലാന്റ് ചെയ്യണ തൊട്ട് ഫുള്ളൊരു വീഡിയോ സീരീസ് വരെ ഞാൻ എടുത്തു വെച്ചതാണ്. പക്ഷേ അതൊക്കെ പോയി. അതിന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഇതും അതേ അവസ്ഥ. ഇത് കണ്ടോ, ഇതിൻ്റെ സിക്ലിഡിൻ്റെ ടാങ്കാണ്. ഇപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ അത് ഫുള്ളൊന്ന് വെള്ളം മാറണം. റെഡ് ജോൽ സിക്ലിഡാണ് അതിൻ്റെ അടുത്ത് കിടക്കുന്നത്. ഈ ടാങ്ക് കണ്ടോ, ഈ ടാങ്കിൽ ഫിഷ് എല്ലാം പോയിരുന്നു. ഇതിലെയും ഫിഷ് എല്ലാം പോയി. ഇതിൽ ഫിഷ് ഉണ്ടായിരുന്നു, ഇതിലെ ഫിഷ് എല്ലാം പോയി. ഇതിൽ ഫിഷ് പോയി, അതിൽ ഫിഷ് ഉണ്ടായിരുന്നു. ഇതിൽ കിടക്കണ ഷ്രിമ്പെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയിട്ട് ഇതിൽ 2 സോട്ടയിൽ, ഒരു മെയിലും ഒരു ഫീമെയിലും, ഇതിലൊരു 6 പ്ലാറ്റി. ഓക്കെ, ഇതിലോട്ടൊരു 4 ഗപ്പീനെ മേടിച്ചു. കാരണം ഇതിനകത്തൊക്കെ കുതാടിയുടെ ബഹളമായിരുന്നു. പിന്നെ ആ ഏഞ്ചൽ ഉണ്ടായിരുന്നു, മിച്ചം വന്ന ഏഞ്ചൽ, അതിന് ഇതിലോട്ടിട്ടു. ഇതിൽ നമ്മുടെ ഒരു ഫൈറ്ററിൻ്റെ ഫീമെയിലിനെ മേടിച്ചിട്ടു. കാര്യം മെയിലിനെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടാങ്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇന്ന് ഞാനൊരു പ്ലാന്റ് ഇറക്കി വെച്ചു. ഇതുണ്ടോ, ബയോഫിൽം ഉണ്ടായിരിക്കണുണ്ടോ? ഇതൊക്കെ 2 വട്ടം ഞാൻ മാറ്റിയതാണ്. എന്നിട്ടും അവസ്ഥ ഇത് തന്നെയാണ്. ഇതാണൊരവസ്ഥ. സമയം കിട്ടുന്നില്ല. അതുപോലെ ഇതൊന്ന് ഫുള്ള് ഇത് ഡിസൈൻ മാറ്റുന്നില്ല, ഒരു കംപ്ലീറ്റ് ഒന്ന് റീപ്ലാന്റ് ചെയ്യണം. അതിനു വേണ്ടിയാണ് റൂട്ട് ടാബൊക്കെ മേടിച്ചേക്കണേ. പ്ലാന്റൊക്കെ മേടിച്ചൊന്ന് പ്ലാന്റ് ചെയ്യണം. ഒരു ഇനീഷ്യൽ വീഡിയോ ഒന്നവരേ ഉള്ളൂ. ഇപ്പോഴത്തെ ഇനി നന്നാവുകയാണെങ്കിൽ ആഫ്റ്ററായിട്ടുള്ളതിനേക്കാൾ. ഇടിവെട്ടി പോയത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു.
ഈ പ്ലാന്റില്ലേ, നമ്മുടെ ഫ്ലോട്ടിംഗ് പ്ലാന്റ്, ഇതായിരുന്നു നിറച്ച് കിടന്നുകൊണ്ടിരുന്നത് നമ്മുടെ അക്വേറിയത്തിൽ. ഇതൊക്കെ മിച്ചം വന്ന് എടുത്തിട്ടാട്ടോ. ഇതിനൊക്കെ ഇപ്പോൾ റൂട്ട് വന്നുണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്ത് തീർന്നില്ല, കണ്ടോ ഈ മെൽറ്റായേക്കണുണ്ട്. ഇത് അതിൻ്റെ റൂട്ടും ഈ ചെടിയും കംപ്ലീറ്റ് മെൽറ്റായതാണ്. ഫുള്ള് ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല, റൂട്ടാബ് വെച്ചേക്കുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ, ഈ ജാറും അതേപോലെ തന്നെ. ഇത് മാത്രമാണ് പിന്നെയും അവശേഷിച്ച് എന്നുള്ളൂ, കാരണം ഇതിലാകെ ഒരു ചെടി ഉള്ളായിരുന്നു. ആ ഒരു ചെടി ഉള്ളതുകൊണ്ട് അതങ്ങ് അവശേഷിച്ച് തന്നു. പിന്നെ എന്താ പറയുക, ഒരു ഫീഡർ ഒരെണ്ണം മേടിച്ചു, സാധാ ഫീഡർ. ഓൾറെഡി ഇതിൽ ഫീഡർ ഉണ്ടായിരുന്നു. ഉള്ളായിരുന്ന ഒരു ഫീഡർ കൈ തട്ടി ഇതിൻ്റെ ഉള്ളിൽ വീണു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു, പക്ഷേ അതിൻ്റെ മോട്ടറിലുള്ള വെള്ളം കയറി, അതങ്ങനെ അടിച്ചു പോയി. ഇത് വില കുറവാന്ന് പറയും, ഒരു 670 രൂപ അത്രയാണ് വന്നത്. ഇതൊരു 1300 1400 റേഞ്ച് വിലയുണ്ട്. പക്ഷേ ഇത് റിലയബിൾ ആട്ടോ. ഇതിപ്പോൾ ഞാൻ മേടിച്ചതിന് ശേഷം 5 മാസം 6 മാസം മേലെ എങ്ങാണ്ടായി, ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ അടുത്ത ദിവസം തന്നെ ഒന്ന് റീപ്ലാന്റ് ചെയ്യണം. ഫുള്ള് ഇതൊന്ന് ചെയ്തിട്ട് ഒന്ന് ഫുള്ള് റീപ്ലാന്റ് ചെയ്യണം. ചെറിയൊരു പാത്രം മേടിക്കണം, പാത്രമല്ല ഈ ടൈപ്പ് ഒരു അക്വേറിയം മേടിക്കണം. എന്നിട്ട് ഈ ഫിഷിനെ അതിലോട്ട് മാറ്റിയിട്ട് ഒന്നില്ലെങ്കിൽ ഞാൻ റീപ്ലാന്റ് ചെയ്യും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒന്നേന്ന് തൊട്ട് ചെയ്യും. ഈ സോയിലൊക്കെ കംപ്ലീറ്റ് മാറ്റണം. അക്വാ സോയിൽ മേടിക്കുകയോ അല്ലെങ്കിൽ റിവർ സാൻഡ്, നാട്ടിൽ പോകുമ്പോൾ മണൽ വാരാനുള്ള സമയം കിട്ടുന്നില്ല, അതാണ് അടുത്ത പ്രശ്നം. ഇത്രയൊക്കെയാണ് അപ്ഡേറ്റ്. മുന്നത്തിരുന്ന വീഡിയോയുടെ ഒരു പീസ് ആദ്യമോ അവസാനം എവിടെയെങ്കിലും ഞാൻ സമയം കിട്ടുവാണെങ്കിൽ കയറ്റാം, ഇല്ലെങ്കിൽ റോ വീഡിയോ ഇങ്ങനെ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.